ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ യാത്ര പോയതിൽ വെച്ച് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയിട്ടുള്ള ഒരു ജേർണി സ്റ്റോറി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ തമ്പനയിൽ കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു ഡെസ്റ്റിനേഷൻ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. വേറെ എവിടെയല്ല, ഊട്ടിയിലാണ്. ഊട്ടി മെയിൻ ടൗണിൽ നിന്ന് മൈസൂർ പോണ റോഡിലാണ് ഈ ഒരു ചർച്ച് ഉള്ളത്. 14ഓളം ചർച്ചുകൾ ഈ ഊട്ടിയിൽ ഉണ്ട്. അതിൽ ഊട്ടിയുടെ ഹാർട്ട് എന്നറിയപ്പെടുന്ന ഒരു ചർച്ചും കൂടിയാണ് ഇത്. സ്റ്റീഫൻ ചർച്ച് എന്നാണ് ഈ ഒരു ചർച്ചിനെ അറിയപ്പെടുന്നത്. പള്ളിയിലേക്ക് കയറി വരുമ്പോൾ തന്നെ പള്ളീനെ കുറിച്ചിട്ടുള്ള ഫുൾ ഹിസ്റ്ററി ഈ ഒരു ചുവരിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടൈം ഉണ്ടെങ്കിൽ അതിരുന്ന് വായിക്കാം. കുറച്ച് നേരം ഞാൻ അവിടെ ഇരുന്ന് വായിച്ചപ്പോൾ കുറച്ച് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. 1830 19-ാം നൂറ്റാണ്ടിലാണത്രേ ഈ പള്ളി നിർമ്മിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, ഇവിടെ ക്രിസ്ത്യൻസ് മാത്രമൊന്നുമല്ല, വേറെയും പല മതക്കാരും വിഭാഗക്കാരൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഇഷ്ടവും വിശ്വാസം ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കാം എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതേപോലെ നമുക്ക് വരുന്നവർക്ക് സമാധാനത്തിന് കുറേ ബുക്സ് വായിക്കാനും ഒക്കെ എല്ലാ ഫെസിലിറ്റീസൊക്കെ അവിടെ ഉണ്ട്. നല്ല ശാന്തമായ ഒരു ഏരിയയും കൂടിയാണ്. പള്ളിയുടെ ബാക്കിൽ സെമിത്തേരിയും ഉണ്ട്. അവിടെ ഞങ്ങളൊന്ന് പോയി നോക്കി. ഞാൻ ആദ്യമായിട്ടാണ് പള്ളിയുടെ ഉള്ളിലേക്ക് കയറുന്നത്. പള്ളിയുടെ പുറത്ത് നിന്ന് കണ്ടിട്ടുണ്ട് എന്നല്ലാണ്ട് ഉൾവശം ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. വീഡിയോസ് കുറേ എടുക്കാനൊന്നും പറ്റില്ല, എന്നാലും കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാണാം. നീലഗിരി ജില്ലയിലാണ് ഊട്ടി ഉള്ളത് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഊട്ടിക്ക് അടുത്തായിട്ടുള്ള 2 അടിപൊളി സ്ഥലങ്ങളാണ് കൂണൂരും ഉദകമണ്ഡലമൊക്കെ. അവിടെ ഇഷ്ടംപോലെ സംഭവങ്ങളൊക്കെ കാണാനുണ്ട്. അതൊക്കെ ഞാൻ പതിയെ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ ഹിസ്റ്ററി ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഒരുവിധ ആൾക്കാരൊക്കെ ഊട്ടി വിസിറ്റ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഗാർഡനിങ്ങും ഫ്ലവർ ഷോ ഒക്കെയാണ് കാണുക. അപ്പോൾ ഒരുപാട് കഥകൾ ഒളിഞ്ഞിരിപ്പുള്ള സ്ഥലങ്ങളുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. സ്ഥലത്തിനെ കുറിച്ച് കൂടുതൽ അറിയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ നല്ല വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.